ഞാനിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പൂവാണ് ട്ടോ. സയന്റിഫിക്കലി എന്താ പ്ലുമേറിയ റൂബ്രാന്നും ഫ്രഞ്ചുപാനി എന്നൊക്കെ വിളിക്കുന്ന, എന്നാൽ മലയാളത്തിൽ വെള്ളച്ചെമ്പകം എന്നറിയപ്പെടുന്ന എന്നെപ്പോലെ ചിലരുടെയൊക്കെ പാലപ്പൂവ്. ഞാൻ ഈ പൂവ് കൂടുതലും കണ്ടിട്ടുള്ളത് ക്ഷേത്ര പരിസരങ്ങളിലാണ് ട്ടോ. പ്രത്യേകിച്ച് സർപ്പക്കാവുകളൊക്കെ ഉള്ള ദേവീക്ഷേത്രത്തിൻ്റെ ഒക്കെ പരിസരങ്ങളിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇപ്പം അത് കോമൺ ആയിട്ടുള്ള ഒരു അലങ്കാര ചെടിയാണ് ട്ടോ. ലോണുകളുടെ ഒക്കെ ഭംഗി കൂട്ടാൻ പാർക്കിലും റോഡ് സൈഡിലും വീടുകളിലും ഒക്കെ ഇതാ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. പല വെറൈറ്റികളിൽ പല കളറുകളിലും ഒക്കെ ഈ ഏഹ്, ചെടി ഉണ്ടെങ്കിലും ഈ മധ്യഭാഗത്ത് മഞ്ഞയും പിന്നെ ഇതളുകളും മറ്റേ വെള്ള കളറുമായിട്ടുള്ള ഈ ഒരു ടൈപ്പ് പൂവാണ് ട്ടോ കോമൺ ആയിട്ട് കാണാറുള്ളത്. വല്ലാത്തൊരു സുഗന്ധമാണിതിന്, ഈ ഒരു പാലപ്പൂവിന്. അപ്പോൾ ഈ പാലപ്പൂവിനെ കുറിച്ച് പറയാനും എനിക്കൊരു കഥയുണ്ട് ട്ടോ. അതെന്താന്നല്ലേ? ഞങ്ങളെയൊക്കെ വീടിനടുത്ത് ഒരു കുളമുണ്ട് ട്ടോ. കാട്ടുംകുളം എന്ന് ഞങ്ങൾ പറയുന്ന, അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ എൻ്റെ അടക്കം ഒരുപാട് കുടുംബങ്ങൾക്ക് അലക്കാനും മറ്റും ഉപയോഗിച്ചിരുന്ന ഒരു കുളം. അതിനോട് ചേർന്നൊരു പാലമരം ഉണ്ട് ട്ടോ. ഒരു മുത്തശ്ശിപ്പാല. അത്യാവശ്യം നല്ല പ്രായമുള്ള ഒരു പാലമരം ഉണ്ടായിരുന്നു ട്ടോ. അതിനെ ഞങ്ങൾ വിളിച്ചിരുന്നത് യക്ഷിപ്പാല എന്നാ. അച്ഛമ്മയൊക്കെ പണ്ട് പറഞ്ഞു തന്ന കഥയിൽ ആ പാലമരത്തിൽ യക്ഷി ഉണ്ടായിരുന്നു. അതുവഴി നടന്നു പോകുമ്പോഴേ ആ പാലമരത്തിനടുത്തെത്തുമ്പോൾ അറിയാതെ തന്നെ ഒരു ഭയം കടന്നു വരികയായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്പീഡ് കൂടും. അങ്ങനെയായിരുന്നു കേട്ടോ. ഇനിയൊരു തമാശ പറയട്ടെ. കുട്ടിക്കാലത്ത് എന്നെപ്പോലെ ഒരുപാട് പേരുടെ പേടി സ്വപ്നമായിരുന്ന ആ യക്ഷിപ്പാല ഇപ്പം അവിടെ ഇല്ല കേട്ടോ. അതൊക്കെ മുറിച്ച് കുളമൊക്കെ നവീകരിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ മുറിച്ച പാലയ്ക്ക് പകരമായിട്ട് അവിടെ വേറൊരു പാലമരം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമ്മളെ യക്ഷിക്ക് കയറി താമസിക്കാനാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ എൻ്റെ പാലപ്പൂ വരച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് അഭിപ്രായം പറയണം ട്ടോ.